ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് മാങ്ങാപ്പണിയിലാണ്. ഇന്നലെയും കഴിഞ്ഞില്ല. മിഞ്ഞാന്ന് എന്തിയോളം രണ്ടാളിരുന്നിട്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെ ഞാനിരുന്ന് എന്നിട്ടും കഴിഞ്ഞില്ല. കുറച്ചൊരു 12 എണ്ണം കൂടി ബാക്കിയായി. അപ്പം അത് മുറിക്കണ പരിപാടി കേട്ടോ. പിന്നെ എന്താ പറയാന്ന് വെച്ചാൽ ജീവിക്കാൻ പണം വേണുള്ളൂ. ജീവിക്കാൻ പണം തന്നെയാണ് ആവശ്യം. വെറുതെ അല്ലേ ആൾക്കാർ നട്ടോട്ട് ഓടുന്നത്. കാരണം എന്താണെന്നറിയോ, 1 കിലോ അരിക്ക് പാവപ്പെട്ടവൻ ചെന്നാലും പണക്കാരൻ ചെന്നാലും ഒരേ വില തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ഇവിടുന്ന് നട്ടോട്ട് ഓടുന്നത്. ഈ ആദർശം, പിന്നെ ആചാരങ്ങളും ആദർശങ്ങളും അഭിമാനം, പിന്നെ അതൊന്നും മുറുകെ പിടിച്ചിരുന്നാൽ വിശപ്പ് മാറില്ല, ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ കാലമായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം? ഇനിയിപ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒഴുക്കിൻ്റെ ഒപ്പം നീന്താനേ പറ്റുള്ളൂ. എതിരെ നീന്തിയിട്ട് കാര്യമില്ല, എത്തൂല. ഒഴുക്ക് കുറേ കൂടുതലപ്പോൾ. മഴ പെയ്ത് വെള്ളപ്പാച്ചിലല്ലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പണം തന്നെയാണ് മുഖ്യം. അതെങ്ങനെയെങ്കിലും മാന്യമായ രീതിയിൽ അതുണ്ടാക്കണം എന്നുള്ള ഒരു തന്ത്രപ്പാടിലാണ്, ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് ജനങ്ങൾ. അതിൻ്റെ ഒരു വർക്കിൽ തന്നെയാണ് ഇപ്പോൾ ഞാനും. എൻ്റെ ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ കണ്ടെത്തുന്ന പണിയാണ്. കണ്ട, മാങ്ങ അച്ചാറുണ്ടാക്കുക, വിൽക്കുക. പിന്നെ ഇന്നെന്ന് പറഞ്ഞാലേ, ഈ പണ്ടത്തെ റസൂല് പറഞ്ഞില്ലേ, പിന്നെ അയൽവക്കത്തുള്ളൊരു പട്ടിണി എടുക്കുമ്പോൾ വയറ് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് നോക്കിയില്ലെങ്കിലും അങ്ങോട്ടൊന്നും അകൽവക്കത്തേക്ക് അതിൻ്റെ ഇതിലെങ്കിലും പുച്ഛിക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാലേ, അയൽവക്കത്തെ ഒരാൾ പട്ടിണി എടുക്കുന്നുണ്ടെങ്കിൽ വയറ് നിറച്ചുണ്ണുന്നവന് പുച്ഛാണ് കാണുമ്പോൾ. അപ്പോൾ ഈ പട്ടിണി കിടക്കാൻ അതുകൊണ്ട് ആരും തയ്യാറാവില്ല. ആർക്കും പട്ടിണി എടുക്കാൻ ഈ പുച്ഛം ഇതൊക്കെ കാണണ്ടേ. അതും കാരണം കൊണ്ട് ആൾക്കാർ എന്ത് ഇതായാലും വേണ്ടില്ല. പോലീസുകാർ പിടിക്കാത്ത എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അവിടെ അഭിമാനം നോക്കിയിട്ടും ആചാരം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് ജനങ്ങളൊക്കെ ഒന്ന് പുറത്തിറങ്ങി പോയി 10 രൂപ ഉണ്ടാക്കാം, പട്ടിണി എടുക്കാതെ ജീവിക്കാമെന്ന് തീരുമാനിക്കണത് അതുകൊണ്ടാണ് കേട്ടോ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്, എന്തുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. ജീവിക്കണ്ടേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിനിപ്പോൾ അവരത് ചെയ്തല്ലോ, അവരെന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് കുറ്റം പറയേണ്ട കാര്യമില്ല. പട്ടിണി എടുക്കാനും കീറിയതും പറയതെടുക്കാനും മറ്റുള്ളവരെ പഴയത് വാങ്ങിച്ചു കൊണ്ടെടുക്കാനും ഒന്നും ഇപ്പോൾ ആർക്കും തയ്യാറില്ല. ആരെയും തയ്യാറല്ല. അതൊക്കെയാണ് ഇന്നത്തെ സംസാര വിഷയം. അതാണ്. അപ്പം ഞാൻ എൻ്റെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എന്തിനേലും ആയി കഴിഞ്ഞാൽ, ഇതൊക്കെ അധ്വാനിക്കാനായി കഴിഞ്ഞാൽ ഉമ്മമാരൊക്കെ വെറുതെ ഇരുന്നിരുന്നു. ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മമാരൊന്നും ഒന്നിനും പോയിരുന്നില്ല, പണിക്കൊന്നും പോകില്ല, വീട്ടിലിരിക്കും. ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നിട്ട് തിന്നുക. പിന്നെ തന്നെയല്ല, ആൺകുട്ടികൾ കല്യാണം കഴിച്ചൊന്ന് അടുക്കള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവർക്ക്. പിന്നെ അവർ വെക്കാനും ഇല്ല, വിളമ്പാനും ഇല്ല, ഒന്നിരിക്കില്ല, ഒക്കെ വന്ന മരുമക്കൾ ചെയ്യണമായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. മരുമകൾ വന്നാലേ അമ്മായിയമ്മ വിറ്റടിക്കാനോ കൂടി മരുമക്കൾ തയ്യാറാവില്ല. പിന്നെ അവരോടത് പറയാനും പറ്റില്ല. മോളെ മിറ്റൊന്നും അടിക്കുമെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ പീഡനമായി, കേസായി കിട്ടാൻ. പിന്നെ അതുകൊണ്ട് പിന്നെ വെച്ചാൽ ആൺകുട്ടികൾ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട്, ആൺകുട്ടികൾ പണിയെടുക്കാൻ